Next type of antenna is helical antenna. It is useful at very high frequencies and ultra high frequencies to provide circular polarization. And a helical antenna or helix antenna is an example of wire antenna and itself forms the shape of a helix. That is, the conducting wire is wound in a helical shape and connected to the ground plate with a feeder line. അപ്പോൾ ഹെലിക്കൽ ആൻറ്റന എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ അൾട്രാ ഹൈ ഫ്രീക്വൻസി ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ആൻറ്റനയാണ്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ് സർക്കുലർ പോളറൈസേഷൻ. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളറൈസേഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് സർക്കുലർ പോളറൈസേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ആൻറ്റനയാണ് ഹെലിക്കൽ ആൻറ്റന എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് വയർ ആൻറ്റന. വയർ ആൻറ്റന എന്ന് പറയുന്നത് ഒരു കണ്ടക്റ്റിംഗ് വയറിനെ നമ്മൾ എന്ത് ആയിട്ട് യൂസ് ചെയ്യുന്ന ആൻറ്റന ആയിട്ട് യൂസ് ചെയ്യുന്നു. പക്ഷേ ഇവിടെ എന്താ പ്രത്യേകത? ആ കണ്ടക്റ്റിംഗ് വയറിനെ നമ്മളൊരു ഹെലിക്കൽ ഷേപ്പിൽ വൂണ്ട് ചെയ്ത് ദെൻ അതിനെ നമ്മളൊരു ഗ്രൗണ്ട് പ്ലേറ്റിലോട്ട് കണക്ട് ചെയ്യുക വിത്ത് എ ഫീഡർ ലൈൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ടൈപ്പ് ഓഫ് ആൻറ്റിനയാണ് എന്ത് പറയുന്നത്? ഹെലിക്കൽ ആൻറ്റിന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹെലിക്കൽ ആൻറ്റിനയുടെ ഫിഗർ വരുന്നത്. അപ്പോൾ ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു കണ്ടക്റ്റിംഗ് വയറിനെ ഒരു കണ്ടക്റ്റിംഗ് വയറിനെ ഹെലിക്കൽ ഷേപ്പിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഒരു കണ്ടക്റ്റിംഗ് വയറിന് ഇതുപോലെ ഹെലിക്കൽ അല്ലെങ്കിൽ സ്പ്രിങ് ഷേപ്പിൽ വൂണ്ട് ചെയ്ത് ദെൻ അതിനെ ഒരു ഗ്രൗണ്ട് പ്ലെയിനിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ദെൻ ആ ഗ്രൗണ്ട് പ്ലെയിനിലോട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതാണ് ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഗ്രൗണ്ട് പ്ലെയിൻ എന്ന് പറയുന്നത്. ദെൻ ആ ഗ്രൗണ്ട് പ്ലെയിനിലോട്ട് നമ്മൾ ഏത് കണക്ട് ചെയ്യുന്നു? ഫീഡർ ലൈന് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ദെൻ ആ ഫീഡർ ലൈൻ വഴി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഗ്രൗണ്ട് പ്ലെയിനിലോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ഫീഡർ ലൈൻ എന്ന് പറയുന്നത് ഒരു കൊയാക്സിയൽ കേബിളാണ് നമ്മൾ ഫീഡർ ലൈനായിട്ട് യൂസ് ചെയ്യുന്നത്. ആ കൊയാക്സിയൽ കേബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഇന്നർ കണ്ടക്ടറുണ്ട്, ഔട്ടർ കണ്ടക്ടറുണ്ട്. അതിൻ്റെ ഇന്നർ കണ്ടക്ടർ നമ്മൾ ഹെലിക്സുമായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ ഫിഗറിനകത്ത് ഇങ്ങനെ ഈ കാണിച്ചിരിക്കുന്നതാണ് ഇന്നർ കണ്ടക്ടർ എന്ന് പറയുന്നത്. ദെൻ ഔട്ടർ കണ്ടക്ടർ നമ്മൾ ഏതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു? നമ്മൾ ഗ്രൗണ്ട് പ്ലെയിനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇനി ഇതിനകത്ത് കുറച്ച് ടേംസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് വരുന്ന ടേംസ് എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഒരു സ്മോൾ ലെറ്റർ എൽ കാണിച്ചിട്ടുണ്ട്. സ്മോൾ ലെറ്റർ എൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്പേസിങ് ബിറ്റ്വീൻ ഗ്രൗണ്ട് പ്ലെയിൻ ആൻഡ് ഹെലിക്സ്. ഓക്കെ, സ്പേസിങ് ബിറ്റ്വീൻ ഗ്രൗണ്ട് പ്ലെയിൻ ആൻഡ് ഹെലിക്സ്, അതാണ് എന്ത് പറയുന്നത്? സ്മോൾ ലെറ്റർ എൽ എന്ന് പറയുന്നത്. അത് നിങ്ങൾ എഴുതി വെക്കണം. സ്മോൾ ലെറ്റർ എൽ ഈസ് ദ സ്പേസിങ് ബിറ്റ്വീൻ ഗ്രൗണ്ട് പ്ലെയിൻ ആൻഡ് ഹെലിക്സ്. ദെൻ അടുത്തത് വരുന്നത് ക്യാപിറ്റൽ എ എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അല്ലേ? ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് എൻ ഇൻറ്റു എസ് ആണ്, വിച്ച് ഈസ് നോൺ ആസ് ആക്സിയൽ ലെങ്ത്. ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ആക്സിയൽ ലെങ്ത് ആണ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഇൻറ്റു എസ്, വെർ ക്യാപിറ്റൽ എൻ ഈസ് ദ നമ്പർ ഓഫ് ടേൺസ്. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ ഒരു ഹെലിക്സിനെ നമ്മൾ ഒരു ഹെലിക്സ് ഫോം ചെയ്യുമ്പോൾ അതിനകത്ത് എത്ര ടേൺസ് ഉണ്ട് എന്നുള്ളതിനെ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ എൻ വെച്ചിട്ടാണ്. ഇനി എസ് എന്ന് പറയുന്നത് ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് എസ് എന്ന് പറയുന്നത്. അതായത് 2 ടേൺസ് ഉണ്ടെങ്കിൽ അഡ്ജസൻറ്റ് ടേൺസ് തമ്മിലുള്ള സെപ്പറേഷൻ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെപ്പറേഷനെയാണ് നമ്മൾ എസ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് എന്ന് പറയുന്നത് സ്പേസിങ് ബിറ്റ്വീൻ ടേൺസ് ആണ് എസ് എന്ന് പറയുന്നത്. സ്പേസിങ് ബിറ്റ്വീൻ ടേൺസ്. ഓക്കെ, സ്പേസിങ് ബിറ്റ്വീൻ ടേൺസ് ആണ് എസ് എന്ന് പറയുന്നത്. ദെൻ സ്മോൾ ലെറ്റർ ഡി ഉണ്ട്. സ്മോൾ ലെറ്റർ ഡി ഈ ഫിഗറിനകത്ത് അവിടെ കാണിച്ചിട്ടുണ്ട്. സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത്. സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുമ്പോൾ നമ്മളൊരു കണ്ടക്റ്റിംഗ് വയറുണ്ട് അല്ലേ? അതിനെയാണല്ലോ നമ്മൾ ഹെലിക്സ് ആയിട്ട് മാറ്റുന്നത്. ആ കണ്ടക്റ്റിംഗ് വയറിൻ്റെ ഡയമീറ്റർ ആണ് എന്ത് പറയുന്നത്? സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത്. ഡി, ഡയമീറ്റർ ഓഫ് ഹെലിക്സ് കണ്ടക്ടർ, ദാറ്റ് ഈസ് സ്മോൾ ലെറ്റർ ഡി. ദെൻ അടുത്തത് വരുന്നത് ക്യാപിറ്റൽ എൽ ആണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ക്യാപിറ്റൽ എൽ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ക്യാപിറ്റൽ എൽ. അതായത് നമ്മൾ ഒരു ടേണിൻ്റെ ലെങ്ത്ത്. ഓക്കെ, അതാണ് ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത്. ലെങ്ത് ഓഫ് 1 ടേൺ. ക്യാപിറ്റൽ എൽ ഈസ് ദ ലെങ്ത് ഓഫ് 1 ടേൺ. ഓക്കെ, ദെൻ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ക്യാപിറ്റൽ ഡി.
ഇതാണ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ഹെലിക്സ് ആണ്. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡി ഈസ് ദ ഡയമീറ്റർ ഓഫ് ഹെലിക്സ്. ദെൻ സി എന്ന് വേറൊരു ടേം കൂടി വരുന്നുണ്ട്, ക്യാപിറ്റൽ സി. ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് പൈ ഇൻറ്റു ഡി, പൈ ഇൻറ്റു ഡി വിച്ച് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ഹെലിക്സ്. ക്യാപിറ്റൽ സി എന്ന് പറയുന്നത് സി ഈക്വൽ ടു പൈ ഇൻറ്റു ഡി വിച്ച് ഈസ് ദ സർക്കംഫറൻസ് ഓഫ് ദ ഹെലിക്സ്. ദെൻ ഇത്രയാണ് ഇതിനകത്ത് പറയാനുള്ള ടേംസ് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ റേഡിയേഷൻ പാറ്റേൺ ആണ് കാണിച്ചിരിക്കുന്നത്. റേഡിയേഷൻ പാറ്റേൺ ഒക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നീറ്റായിട്ട് വരയ്ക്കണം, ഓരോ ടേംസ് മാർക്ക് ചെയ്യണം, ദെൻ അതിൻ്റെ കൂടെ തന്നെ റേഡിയേഷൻ പാറ്റേണും പ്ലോട്ട് ചെയ്യണം. ദെൻ എക്സ്പ്ലനേഷൻ വരുന്നത് ഹിയർ ദ ഹെലിക്കൽ ആൻറ്റിന ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ കോയാക്സിയൽ കേബിൾ ആൻഡ് ഗ്രൗണ്ട് പ്ലെയിൻ. ദെൻ ഗ്രൗണ്ട് പ്ലെയിൻ ഈസ് മെയ്ഡ് ഓഫ് റേഡിയൽ ആൻഡ് കോൺസെൻട്രിക് കണ്ടക്ടേഴ്സ്. അതൊക്കെ നമ്മൾ ആ ഫിഗറിനകത്ത് കണ്ടതാണ്. Then radiation characteristics of helical antenna depend upon diameter d and spacing s. In the above figure, അതിനകത്ത് നേരത്തെ പറഞ്ഞ ഫിഗറിലെ ഓരോ ടേംസ് ആണ്. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വൺ ടേൺ, ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ്, ദെൻ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ഹെലിക്സ് ആണ്. ഇനി ഇവിടെ പറയാത്ത കുറച്ച് ടേംസ് ഉണ്ട്. സി ഈക്വൽ ടു പൈ ഇൻറ്റു ഡി ഞാൻ നേരത്തെ പറഞ്ഞതാണ്, സർക്കംഫറൻസ് ഓഫ് ദ ഹെലിക്സ്. ദെൻ ആൽഫ എന്ന് പറയുന്നത് പിച്ച് ആംഗിളാണ്, അത് നമ്മൾ പറയുന്നുണ്ട്. ആൽഫ എന്ന് പറയുന്നത് പിച്ച് ആംഗിളാണ് വിച്ച് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എസ് ബൈ പൈ ഡി ആണ് വരുന്നത്. അത് തൊട്ട് മുന്നത്തെ ഫിഗർ ഉണ്ട്, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ദെൻ സ്മോൾ ലെറ്റർ എൽ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഹെലിക്സ് ആൻഡ് ഗ്രൗണ്ട് പ്ലെയിൻ. ഇനി ക്യാപിറ്റൽ എ ഉണ്ട്, ആക്സിയൽ ലെങ്ത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ സ്മോൾ ലെറ്റർ ഡി എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് ഹെലിക്സ്. എസ് എന്ന് പറയുന്നത് സ്പേസിങ് ബിറ്റ്വീൻ ടു ടേൺസ്. ഒരു ടേം കൂടി പറയാനുണ്ട്, ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ എന്ന് പറയുന്നത് എൽ സഫിക്സ് എൻ. ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ വിച്ച് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൻ ഇൻറ്റു എൽ. ഓക്കെ, ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ ഈസ് എൽ സഫിക്സ് എൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൽ. ദാറ്റ് ഈസ് വേർ എൻ ഈസ് നമ്പർ ഓഫ് ടേൺസ്, എൽ ഈസ് ലെങ്ത് ഓഫ് വൺ ടേൺ. ഓക്കെ, അപ്പോൾ ഇത്രയും ടേംസ് ആണ് നമുക്ക് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഇനി എന്താണ് ആൽഫ എന്ന് നോക്കാം. ആൽഫ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ് ഹെലിക്കൽ ആൻറ്റിനയുടെ. ദാറ്റ് ഈസ് നോൺ ആസ് പിച്ച് ആംഗിൾ. പിച്ച് ആംഗിൾ ആൽഫ. അതിൻ്റെ ഡെഫിനിഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഫിഗറാണിത്. ആൽഫ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ആംഗിൾ ഫോംഡ് ബൈ എ ലൈൻ ടാൻജൻറ്റ് ടു ദ ഹെലിക്സ് വയർ ആൻഡ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ഹെലിക് ആക്സിസ്. ഓക്കെ, ആംഗിൾ ഫോംഡ് ബൈ എ ലൈൻ ടാൻജൻറ്റ് ടു ദ ഹെലിക്സ് വയർ. ഓക്കെ, ഹെലിക്സ് വയർ എന്ന് പറയുന്നത് ഇതാണ് നമ്മൾ ഹെലിക്സ് വരുന്നത്, അതിന് ടാൻജൻ്റായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ടാൻജൻ്റായിട്ട് വരുന്ന ഒരു വയർ വരുന്ന ലൈൻ എന്ന് പറയുമ്പോൾ ഇത് വരും. ഓക്കെ, ആൻഡ് ടു ദ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഹെലിക്സ് ആക്സിസ്. ഇതാണ് ഹെലിക്സ് ആക്സിസ് വരുന്നത്. ഓക്കെ, ദെൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇതാണ് അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിന്. അപ്പോൾ ഇത് ടാൻജൻറ്റ് ലൈനും ഇത് പെർപെൻഡിക്കുലർ പ്ലെയിനും ഇത് തമ്മിൽ ഫോം ചെയ്യുന്ന ആംഗിൾ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൽഫ എന്ന് പറയുന്നത്. ഈ ആംഗിളാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഡെഫിനിഷൻ അവിടെ എഴുതിക്കുക. ആൽഫ ഈസ് ദ ആംഗിൾ ഫോംഡ് ബൈ എ ലൈൻ ടാൻജൻറ്റ് ടു ദ ഹെലിക്സ് വയർ ആൻഡ് പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഹെലിക്സ് ആക്സിസ്. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ വരച്ച ഫിഗറിൽ നിന്ന് നമുക്കറിയാം ഇതാണ് നമ്മുടെ ഹെലിക്സ് വരുന്നത്. ദെൻ ഈ ഇവിടെ ഇപ്പം നമ്മൾ ടാൻജൻറ്റ് എന്ന് പറയുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഒരു ടേൺ എടുക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ടാൻജൻറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഞാൻ ഈ മാർക്ക് ചെയ്യുന്നതായിരിക്കും ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ഇതായിരിക്കും നമ്മൾ ടാൻജൻറ്റ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, ഒരു ടേൺ അല്ലെങ്കിൽ ടേൺസ് തമ്മിലുള്ള സെപ്പറേഷൻ എസ് ആണല്ലോ ഇത് വരുന്നത് അല്ലേ. അതാണ് ഈ ഫിഗറിനകത്ത് കാണിച്ചിട്ടുള്ളത്. ദിസ് ഈസ് എസ്. ഓക്കെ, ഇനി പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ഹെലിക്സ് അല്ലെങ്കിൽ ഹെലിക്സ് ആക്സിസ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഇതാണ് പെർപെൻഡിക്കുലറായിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് ഏതായിരിക്കും, പ്ലെയിൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് സർക്കംഫറൻസ് ആണ്. ഓക്കെ, സി ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു ഡി. അപ്പോൾ പെർപെൻഡിക്കുലറായിട്ട് വരുന്നത് സി ആണ്, സർക്കംഫറൻസ് ഓഫ് ദ ഹെലിക്സ് ആണ്. ദെൻ ടാൻജൻറ്റ് എന്ന് പറയുന്നത് നമ്മളെ സ്പേസിങ് ബിറ്റ്വീൻ
ടേണിങ്സ് അല്ലെങ്കിൽ സ്പേസിങ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് ടേൺസ് ആണ് എസ് എന്ന് പറയുന്നത്. ദെൻ ഇത് രണ്ടും ഫോം ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുമ്പോൾ ഇത് വരും, ഈ ഡ്രോ ചെയ്തിരിക്കുന്നത് ഈ ആംഗിൾ വരും ആൽഫ. ദാറ്റ് ഈസ് നോൺ ആസ് ആൽഫ പിച്ച് ആംഗിൾ. ഇനി പിച്ച് ആംഗിളിൻ്റെ ഇക്വേഷൻ എഴുതാലോ. ആൽഫ ഈക്വൽ ടു എന്തായിരിക്കും? ആൽഫ ഈക്വൽ ടു ടാൻ ആൽഫ ഈക്വൽ ടു എസ് ബൈ പൈ ഡി വരും, ഓർ ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എസ് ബൈ പൈ ഡി. ഓക്കെ, എസ് ബൈ പൈ ഡി. അതാണ് ഇക്വേഷൻ വരുന്നത്. പിച്ച് ആംഗിൾ ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എസ് ബൈ പൈ ഡി. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഇതും കൂടി കാണിക്കുന്നുണ്ട്. അതായത് ഇതാ ഈ എൽ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, ഈ വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ് വരുന്നത്? എൽ ആണ്. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് വൺ ടേൺ ആണ് ദിസ് ഡിസ്റ്റൻസ്. ഓക്കെ, ദെൻ ദർ ആർ 2 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഫോർ ഹെലിക്കൽ ആൻറ്റിന. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഓഫ് ഹെലിക്കൽ ആൻറ്റിന. 2 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. വൺ ഈസ് നോർമൽ മോഡ് ഓഫ് റേഡിയേഷൻ ആൻഡ് അനദർ വൺ ഈസ് ആക്സിയൽ മോഡ് ഓഫ് റേഡിയേഷൻ. ഓക്കെ, നോർമൽ മോഡ് ആൻഡ് ആക്സിയൽ മോഡ് ഓഫ് റേഡിയേഷൻ. അതിനകത്ത് ആദ്യത്തെ വരുന്നത് നോർമൽ മോഡാണ്. നോർമൽ മോഡ് ഓർ പെർപെൻഡിക്കുലർ മോഡ്, അതല്ലെങ്കിൽ അനദർ നെയിം ഈസ് ബ്രോഡ് സൈഡ് മോഡ്. ഓക്കെ, അനദർ നെയിം ഈസ് broadside mode. Okay, broadside mode. Normal mode of radiation characteristics is obtained when dimensions of helical antenna is very small compared to the operating wavelength. അതായത് നമ്മൾ ഓപ്പറേറ്റിംഗ് വേവ് ലെങ്ത്തിനേക്കാൾ വളരെ കുറവാണ് ഇതിൻ്റെ ഡയമെൻഷൻ വരുന്നതെങ്കിൽ, ആൻറ്റിനയുടെ ഡയമെൻഷൻ വരുന്നതെങ്കിൽ നമ്മൾ ഏത് മോഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്? നോർമൽ മോഡിലായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അവിടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ n into L which is very much less than lambda. n into L എന്തായിരുന്നു? ടോട്ടൽ ലെങ്ത് ഓഫ് വയർ അല്ലായിരുന്നു n into L. അപ്പോൾ ഡയമെൻഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡയമെൻഷൻ ഓഫ് ദ ആൻറ്റിന എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് ദ ആൻറ്റിന അല്ലെങ്കിൽ ടോട്ടൽ ലെങ്ത് ഓഫ് ദ വയർ, ദാറ്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ ഓപ്പറേറ്റിംഗ് വേവ് ലെങ്ത് ലാംഡ. ഓക്കെ, ഹിയർ ദ റേഡിയേഷൻ ഫീൽഡ് ഈസ് മാക്സിമം ഇൻ ദ ഡയറക്ഷൻ നോർമൽ ടു ദ ഹെലിക്കൽ ആക്സിസ്. അപ്പോൾ നമ്മൾക്ക് ഇതാണ് നമ്മുടെ ഒരു ഹെലിക്കൽ ഷേപ്പ്, ഹെലിക്കൽ ആൻറ്റിന വരുന്നതെങ്കിൽ അതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ദെൻ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എന്ത് വരുന്നത്? അതിൻ്റെ റേഡിയേഷൻ പാറ്റേൺ വരുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് റേഡിയേഷൻ. ഇതിന് പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? ഇതുപോലെ വരും റേഡിയേഷൻ പാറ്റേൺ. ഡീറ്റെയിൽ ആയിട്ട് ഫിഗർ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഏത് ടൈപ്പ് ഓഫ് ആൻറ്റിനയിലാണ് റേഡിയേഷൻ പാറ്റേൺ ഈസ് പെർപെൻഡിക്കുലർ ടു ആക്സിസ് വരുന്നത്? ബ്രോഡ് സൈഡ് ടൈപ്പ് ഓഫ് അറയിലാണ് അല്ലേ? അതുകൊണ്ടാണ് ഇതിൻ്റെ വേറൊരു പേര് എന്ത് വരുന്നത്? ബ്രോഡ് സൈഡ് ആൻറ്റിന എന്ന് പറയുന്നത്. ഓക്കെ, ബ്രോഡ് സൈഡ് മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ദെൻ ഇൻ നോർമൽ മോഡ് ബാൻഡ് വിഡ്ത്ത് ആൻഡ് എഫിഷ്യൻസി ഈസ് വെരി ലോ. ഓക്കെ, ദ എബോവ് ഫാക്ടേഴ്സ് ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസിങ് ദ ആൻറ്റിന സൈസ്. ഇവിടെ നോർമൽ മോഡാണെങ്കിൽ അതിനകത്ത് ബാൻഡ് വിഡ്ത്തും എഫിഷ്യൻസിയും വളരെ കുറവാണ്. ഇൻക്രീസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആൻറ്റിനാൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യണം. ദ റേഡിയേഷൻ ഫീൽഡ്സ് ഓഫ് ഹെലിക്കൽ ആൻറ്റിന ആർ സിമിലർ ടു ദ ലൂപ്സ് ആൻഡ് ഷോർട്ട് ഡൈപോൾസ്. സോ ഹെലിക്കൽ ആൻറ്റിന ഈസ് ഇക്വലന്റ് ടു സ്മോൾ ലൂപ്സ് ഓർ ഷോർട്ട് ഡൈപോൾസ് കണക്റ്റഡ് ഇൻ സീരീസ്. അതിനകത്ത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നമ്മൾ നേരത്തെ പറഞ്ഞു ലൂപ്പ് ആൻറ്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു കണ്ടക്റ്റിംഗ് വയറിനെ നമ്മൾ ഒരു സർക്കുലർ ഷേപ്പിൽ ഫോം ചെയ്യുക അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിൽ ഒരു ലൂപ്പായിട്ട് ഫോം ചെയ്യുക. അങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്ന ആൻറ്റിനയാണ് നമ്മൾ ലൂപ്പ് ആൻറ്റിന എന്ന് പറയുന്നത്. ഷോർട്ട് ഡൈപോൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ലോങ് വയർ ആൻറ്റിനാസ്, അതായത് കണ്ടക്റ്റിംഗ് വയേഴ്സിന് ആസ് സച്ച് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നത്? ആൻറ്റിന ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് എൻ ഹെലിക്കൽ ആൻറ്റിന ഈസ് എൻ എക്സാമ്പിൾ ഫോർ ലോങ് വയർ ആൻറ്റിന എന്ന്. ആ ലോങ് വയർ ആൻറ്റിനെ വേറൊരു ഷേപ്പിൽ ഫോം ചെയ്യുന്നതാണ് എന്ത് വരുന്നത്? ലൂപ്പ് ആൻറ്റിനാസ് വരുന്നത്. അപ്പോൾ നമുക്കറിയാം ഒരു ഇതിൻ്റെ 2 എക്സ്ട്രീം കേസസ് വരുന്നത്, അതായത് ഹെലിക്കൽ ആൻറ്റിനയുടെ 2 എക്സ്ട്രീം കേസസ്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും വരുന്നത്. ഒന്നല്ലെങ്കിൽ അതിനൊരു ലോങ് വയറായിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഒരു സിംഗിൾ ടോട്ടൽ ലെങ്ത്തിന് ഒരൊറ്റ സിംഗിൾ ലൂപ്പായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിൻ്റെ 2 എക്സ്ട്രീം കേസസ് ആയിട്ട് വരുന്നത്. So helical antenna is equivalent to small loops and short dipoles connected in series. Okay.
അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം, അതാണ് പറയുന്നത്. അതായത് ഹെലിക്കൽ ആൻറ്റന എന്ന് പറയുന്നത് ഷോർട്ട് ഡൈപോൾസും ദെൻ ലൂപ്സിന് ഇത് രണ്ടും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിന് ഇക്വാലൻ്റ് ആണ്. ഓക്കെ, സോ സിൻസ് ദ ലിമിറ്റിംഗ് ജിയോമെട്രീസ് ഓഫ് ദ ഹെലിക്സ് ആർ എ ലൂപ്പ് ആൻഡ് എ ഡൈപോൾ, the far field radiation by an helix can be described by E theta and E phi. അപ്പോൾ ഇതിൻ്റെ ജിയോമെട്രിക്കൽ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ലൂപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ ഡൈപോൾ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഡിയേഷൻ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ് ബൈ ഇ തീറ്റ ആൻഡ് ഇ ഫൈ. ഇ തീറ്റ എന്ന് പറയുന്നത് ഫാർ ഫീൽഡ് ഓഫ് എ സ്മോൾ ലൂപ്പാണ് ഇ തീറ്റ എന്ന് പറയുന്നത്. ഇ ഫൈ എന്ന് പറയുന്നത് ഫാർ ഫീൽഡ് ഓഫ് സ്മോൾ ലൂപ്പാണ് ഇ ഫൈ എന്ന് പറയുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 120 പൈ സ്ക്വയർ ഇൻറ്റു ഐ സൈൻ തീറ്റ ഡിവൈഡ് ബൈ ആർ ഇൻറ്റു എ ബൈ ലാംഡ സ്ക്വയർ. ഓക്കെ, ഇ ഫൈ ഈക്വൽ ടു ദാറ്റ് ഈസ് ഫാർ ഫീൽഡ് ഓഫ് എ സ്മോൾ ലൂപ്പ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ജോമെട്രിക് ലിമിറ്റേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ റേഡിയേഷൻ പാറ്റേൺ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, അതിനകത്ത് ജോമെട്രിക് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത് ഐദർ ലൂപ്പ് ഓർ small loop or dipole. Okay, അപ്പോൾ far field of a small loop is given by E phi which is equal to 120 pi square I sin theta divided by R into A by lambda square, where I എന്ന് പറയുന്നത് റിട്ടാർഡഡ് കറൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സ്ക്വയർ റൂട്ടിനകത്താണ് I എന്ന് പറഞ്ഞ് കാണിക്കുന്നത്, റിട്ടാർഡഡ് കറൻറ്റ്. ഓക്കെ, ഇത് സെക്കൻഡ് മൊഡ്യൂളിൽ പറയുന്ന ടോപ്പിക്സ് ആണ് നമുക്ക്. ഓക്കെ, റിട്ടാർഡഡ് കറൻറ്റ് ഐ എന്ന് പറയുന്നത്. ദെൻ ആർ, സ്മോൾ ലെറ്റർ ആർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് അറ്റ് എ പോയിൻ്റ്. ഓക്കെ, ഡിസ്റ്റൻസ് അറ്റ് എ പോയിൻ്റ് എം. ദെൻ ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ലൂപ്പാണ്. ക്യാപിറ്റൽ എം ലൂപ്പിൻ്റെ ഏരിയ. ലൂപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ സർക്കുലർ ഷേപ്പ് ആണ് എടുക്കുന്നത്, സർക്കുലർ ലൂപ്പ് ആൻറ്റിനയാണ് എടുക്കുന്നത്. കാരണം ഇവിടെ ഹെലിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സർക്കുലർ ഷേപ്പാണല്ലോ വരുന്നത്, അതുകൊണ്ട് സർക്കുലർ ലൂപ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് സ്ക്വയർ ലൂപ്പും വരാം ആൻറ്റിനാസ് എന്ന് പറയുന്നത്, ലൂപ്പ് ആൻറ്റിന എന്ന് പറയുന്നത്. അപ്പോൾ ഏരിയ ഓഫ് ദ ലൂപ്പാണ് നമുക്കറിയാമല്ലോ. ഏരിയ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് പൈ ഡി സ്ക്വയർ ബൈ 4 ആണ്. സിമിലർലി ദ ഫാർ ഫീൽഡ് ഓഫ് എ ഷോർട്ട് ഡൈപോൾ ഈസ് ഗിവൺ ബൈ ഇ തീറ്റ ഈക്വൽ ടു ജെ ഇൻറ്റു 60 പൈ I sin theta by R into S by lambda, where S equal to length of dipole which is TL. Okay, therefore the performance of helical antenna is measured in terms of axial ratio AR. Axial ratio എന്ന് പറയുന്നത് ratio of far field of short dipole to small loop ആണ്. That is axial ratio AR is equal to magnitude of E theta to magnitude of E phi which is equal to E തീറ്റയുടെയും E ഫൈയുടെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് മാഗ്നിറ്റ്യൂഡ് എടുക്കുന്ന നേരം ജെ വേണ്ട, അപ്പോൾ 60 പൈ ഐ സൈൻ തീറ്റ ബൈ ആർ ഡിവൈഡഡ് ബൈ ഇൻറ്റു എസ് ലാംഡ ഡിവൈഡഡ് ബൈ 120 പൈ സ്ക്വയർ ഐ സൈൻ തീറ്റ ബൈ ആർ ഇൻറ്റു എ ബൈ ലാംഡ സ്ക്വയർ. അപ്പോൾ ക്യാൻസൽ ചെയ്യാനുള്ളതൊക്കെ ക്യാൻസൽ ചെയ്യുക. ഇവിടെ 60 120 ഇവിടെ 2 വരും, ഇവിടെ ഒരു പൈ സ്ക്വയർ, ദെൻ സൈൻ തീറ്റ ഐ ആർ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് പോവും. ദെൻ ഇവിടെ ഒരു ലാംഡയും ഇവിടെ ലാംഡ സ്ക്വയറിൽ ഒരു ലാംഡയും ക്യാൻസൽ ചെയ്യും. ബാക്കി വരുന്ന എന്ത് വരും? എസ് ലാംഡ ഡിവൈഡഡ് ബൈ 2 പൈ എ എന്ന് പറഞ്ഞിട്ടുള്ളത് വരും. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് ക്യാപിറ്റൽ എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ ലൂപ്പ് ആണ് അല്ലേ. ഏരിയ ഓഫ് ദ ലൂപ്പ് ഈസ് പൈ ഡി സ്ക്വയർ ബൈ 4. Therefore by substituting we get s by lambda by 2 pi into pi d square by 4, that is AR is equal to axial ratio is equal to 2s lambda divided by pi square d square. 2s lambda divided by pi square d square. This is the expression for axial ratio of a helical antenna in normal mode of operation. ഇനി ഇതിൻ്റെ രണ്ട് കേസസ് വരുന്നത് ഇ തീറ്റയുടെയും ഇ ഫൈയുടെയും വാല്യൂ, അതായത് വെൻ ഇ തീറ്റ ഈക്വൽ ടു 0 നമുക്കറിയാം എ ആർ എന്ന് പറയുന്നത് എന്താ വരുന്നത് ഇ തീറ്റ ഡിവൈഡ് ബൈ ഇ ഫൈ ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ തീറ്റ ഡിവൈഡ് ബൈ ഇ ഫൈ ആണ് വരുന്നത്.
അപ്പോൾ if E theta equal to 0 ആണെങ്കിൽ AR equal to 0 വരും. That is leading to linearly horizontal polarization. That means the helix act as a loop. Okay. E theta 0 ആണെങ്കിൽ എന്തായിട്ട് ആക്ട് ചെയ്യും? ഹെലിക്സ് വിൽ ബി ആക്ട് ആസ് എ ലൂപ്പ്. അപ്പോൾ അവിടെ E5 മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ. ഇനി അടുത്ത കേസ് എന്തായിരിക്കും അപ്പോൾ? when E5 equal to 0. When E5 equal to 0, AR is infinity, leading to a linear vertical polarization. That is helix act as a vertical dipole. Okay. ഇത് രണ്ടുമാണ് ഇതിനകത്ത് രണ്ട് കേസസ് വരുന്നത്. ഒരു കേസും കൂടി വരുന്നുണ്ട്. when AR equal to 1. AR equal to 1 വരുന്നതെങ്കിൽ പോളറൈസേഷൻ ബിക്കംസ് സർക്കുലർ പോളറൈസേഷൻ. അപ്പോഴായിരിക്കും എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഹെലിക്കൽ ആൻറ്റിനയായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ AR 0 ആകുമ്പോൾ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ലൂപ്പ്. AR ഇൻഫിനിറ്റി ആകുമ്പോൾ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ വെർട്ടിക്കൽ ഡൈപോൾ. ആൻഡ് if AR equal to 1 it will be act as a helical antenna. That means it provides circular polarization. ഇനി AR equal to 1 means ARൻ്റെ ഇക്വേഷൻ അറിയുക, 2s lambda by pi square d square. That means magnitude of E theta equal to magnitude of E5. That is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 2s lambda equal to pi square d square കിട്ടും. അതിനകത്ത് നിന്ന് എസിൻ്റെ ഇക്വേഷൻ കിട്ടും. s equal to എന്ത് വരും? pi square d square divided by 2 lambda or c square by pi square d square, where c is the circumference which is equal to pi into d. ഇനി അതിൻ്റെ ഫിഗർ നോക്കാം. ഓക്കെ, ഇവിടെ ഒരു ഹെലിക്കൽ ആൻറ്റിന കാണിച്ചിട്ടുണ്ട്. രണ്ട് ഫിഗർ ഇതാ ഹെലിക്കൽ ആൻറ്റിന കാണിച്ചിട്ടുണ്ട്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും, അതിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ. ആക്സിസ് എന്ന് പറയുമ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരും അല്ലേ ആക്സിസ് എന്ന് പറയുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും റേഡിയേഷൻ പാറ്റേൺ ഇട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ തന്നെ വേറൊരു ഇക്വാലൻറ്റ് സർക്യൂട്ടാണ് ഇത് വരുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഹെലിക്കൽ ആൻറ്റിനേനെ നമ്മൾ സ്മോൾ ഷോർട്ട് ഡൈപോൾസിൻ്റെയും അതുപോലെ തന്നെ ലൂപ്സിൻ്റെയും സീരീസ് കോമ്പിനേഷനായിട്ട് റെപ്രസെൻ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എസ് എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ഡൈപോള്. അതുതന്നെയാണ് എന്ത് വരുന്നത്? നമ്മുടെ ഈ ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ടേൺസ് തമ്മിലുള്ള സെപ്പറേഷൻ എന്ന് പറയുന്നത് രണ്ടും സെയിം ആയിരിക്കും. ഓക്കെ, നമ്മൾ എസിൻ്റെ ഇക്വേഷൻ നേരത്തെ ഡിറൈവ് ചെയ്തു. എസ് ഇസ് ഈക്വൽ ടു സി സ്ക്വയർ ബൈ 2 ലാംഡ. അപ്പോൾ ഇതാണ് ഫിഗർ വരുന്നത്. ഈ രണ്ട് ഫിഗറും നിങ്ങൾ വരയ്ക്കുക കേട്ടോ. മോഡ് ഓഫ് ഓപ്പറേഷൻ ഈസ് ആക്സിയൽ മോഡ് ഓഫ് റേഡിയേഷൻ ഓർ ബീം മോഡ്. അനദർ നെയിം ഈസ് ബീം മോഡ് ഓഫ് റേഡിയേഷൻ ഓർ ഓപ്പറേഷൻ ആൻഡ് അനദർ നെയിം ഈസ് എൻഫയർ മോഡ്. ഓക്കെ, എൻഫയർ അറേ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. എൻഫയർ അറേയുടെ പ്രത്യേകത എന്താ? ഇറ്റ്സ് റേഡിയേഷൻ ഈസ് ഓർ മാക്സിമം റേഡിയേഷൻ ഈസ് എലോങ് ദ ആക്സിസ് ഓഫ് അറേ അല്ലേ. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ വരുന്നത്. ഹിയർ മാക്സിമം റേഡിയേഷൻ ഫീൽഡ് ഈസ് എലോങ് ഹെലിക്കൽ ആക്സിസ് ആൻഡ് പോളറൈസേഷൻ ഈസ് സർക്കുലർ. ആൻഡ് ഹെലിക്കൽ ആൻറ്റിന ഈസ് ഓപ്പറേറ്റഡ് ഇൻ ആക്സിയൽ മോഡ് വെൻ സർക്കംഫറൻസ് സി ഇൻ ദ ഓർഡർ ഓഫ് വൺ വേവ് ലെങ്ത്. അപ്പോൾ ഇവിടെ ആക്സിയൽ മോഡായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്താ? അതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈസ് ഇൻ ദ ഓർഡർ ഓഫ് 1 വേവ് ലെങ്ത് ആയിരിക്കണം. അതായത് 1 ലാംഡ. നമ്മൾ നേരത്തെ കണ്ടീഷൻ പറഞ്ഞത് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വെരി മച്ച് ലെസ് ദാൻ ലാംഡ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഇൻ ദ ഓർഡർ ഓഫ് 1 വേവ് ലെങ്ത് ആയിരിക്കണം അതിൻ്റെ സർക്കംഫറൻസ് എന്ന് പറയുന്നത്. ദെൻ ഇൻ ആക്സിയൽ മോഡ് പിച്ച് ആംഗിൾ ലൈസ് ബിറ്റ്വീൻ 12 ഡിഗ്രി ആൻഡ് 180 ഡിഗ്രി ആൻഡ് ബീം വിഡ്ത്ത് ആൻഡ് ആൻറ്റിന ഗെയിൻ ഡിപ്പെൻഡ്സ് ഓൺ ഹെലിക്സ് ലെങ്ത് NS. ഹെലിക്സ് ലെങ്ത് NS എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ആക്സിയൽ ലെങ്ത് എന്ന് പറഞ്ഞിരുന്നു. A equal to N into S. ദാറ്റ് ഈസ് ദ ഹെലിക്സ് ലെങ്ത്. ഓക്കെ, അപ്പോൾ ബീം വിഡ്ത്തും ആൻറ്റിന ഗെയിനും ഇറ്റ് ബോത്ത് ഓഫ് ദം ഡിപ്പെൻഡ്സ് ഓൺ ഹെലിക്സ് ലെങ്ത് ഓർ ആക്സിയൽ ലെങ്ത് N into S. Then general expression for terminal impedance is R is equal to 140 C divided by lambda, where R is the terminal impedance or Z എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ ഡിനോട്ട് ചെയ്യാം, and C is the circumference. In normal mode, beam width and radiation efficiency is very small. The above fact is increased by using axial mode of operation.
ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ നോർമൽ മോഡിൽ ബീം വിഡ്ത്തും റേഡിയേഷൻ എഫിഷ്യൻസി ഒക്കെ വളരെ കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ബാൻഡ് വിഡ്ത്ത് ആൻഡ് എഫിഷ്യൻസി വരില്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഏത് മോഡ് യൂസ് ചെയ്യാം? ആക്സിയൽ മോഡ് ഓഫ് ഓപ്പറേഷൻ യൂസ് ചെയ്യാം. ഹാഫ് പവർ ബീം വിഡ്ത്ത് ഇൻ ആക്സിയൽ മോഡ് ഈസ് ഗിവൺ ബൈ HPBW is equal to ഇക്വേഷൻ ഇതാണ് 52 divided by C into square root of lambda cube divided by n into s, that is a. n into s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിയൽ ലെങ്ത് a. 52 divided by c into square root of lambda cube divided by n into s. അതാണ് ഹാഫ് പവർ ബീം വിഡ്ത്തിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് നൾ ബീം വിഡ്ത്തിൻ്റെ ഇക്വേഷൻ എഴുതണം. നമുക്കറിയാം ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് എന്ന് പറയുന്നത് 2 times ഹാഫ് പവർ ബീം വിഡ്ത്താണ് നമ്മൾ സാധാരണ എഴുതാറുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് നൾ ബീം വിഡ്ത്തിൻ്റെ ഇക്വേഷൻ ഇതാണ് വരുന്നത്. ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് is equal to 115 by c into square root of lambda cube divided by n into s. This is the expression for first null beam width. രണ്ടും ഡിഗ്രിയിലാണ് കേട്ടോ. ഹാഫ് പവർ ബീം വിഡ്ത്ത് ഇൻ ഡിഗ്രിയാണ്, ഫസ്റ്റ് നൾ ബീം വിഡ്ത്തും ഇൻ ഡിഗ്രി. ഓക്കെ, ഓർ ബീം വിഡ്ത്ത് ബിറ്റ്വീൻ ഫസ്റ്റ് BWFN എന്ന് പറഞ്ഞിട്ടും ഡിനോട്ട് ചെയ്യാറുണ്ട്. ദെൻ ഡയറക്റ്റിവിറ്റി അടുത്തത് വരുന്നത് ഡയറക്റ്റിവിറ്റി D is equal to 15 into n into s into c square divided by lambda cube. 15 into n into s into c square divided by lambda cube. This is the expression for directivity. Then axial ratio AR is equal to 1 divided by 2n. Okay, 1 divided by 2 into n. ക്യാപിറ്റൽ n എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, നമ്പർ ഓഫ് ടേൺസ് ആണ് ക്യാപിറ്റൽ n എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ടേംസ് ആണ് ഇതിനകത്ത് പഠിക്കാനുള്ളത്. ഹാഫ് പവർ ബീം വിഡ്ത്ത്, ഫസ്റ്റ് നൾ ബീം വിഡ്ത്ത് ആൻഡ് ഡയറക്റ്റിവിറ്റി ആൻഡ് ആക്സിയൽ റേഷ്യോ ഓൾസോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ നോർമൽ മോഡിൻ്റെയും ആക്സിയൽ മോഡിൻ്റെയും റേഡിയേഷൻ പാറ്റേൺ ആണ് ഇൻ 3D ആണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഈ രണ്ട് ഫിഗറും കാണിച്ചിരിക്കുന്നത് നോർമൽ മോഡും ആക്സിയൽ മോഡിൻ്റെയും 3 dimensional ഫിഗറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ സെൻറ്ററിലൊരു ആൻറ്റിന കാണിച്ചിട്ടുണ്ട്, ഹെലിക്സ്. ഓക്കെ, ദെൻ അതിൻ്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും റേഡിയേഷൻ പാറ്റേൺ ഇൻ നോർമൽ മോഡ്. അലോങ് ദ ആക്സിസ് ആയിരിക്കും എൻഫയർ മോഡൽ. ഓക്കെ, അതാണ് അതിൻ്റെ 3D വ്യൂ വരുന്നത്. ഇനി അതിൻ്റെ ഫിഗർ വരുന്നത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, വരച്ച് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഫിഗർ തന്നെയാണ് അത്. അപ്പോൾ നോർമൽ മോഡിൻ്റെ ഫിഗർ ഞാൻ കാണിച്ചു, ആക്സിയൽ മോഡും അതുപോലെ തന്നെ പ്ലോട്ട് ചെയ്യുക. ഇവിടെ ജസ്റ്റ് ഒരു ഹെലിക്സ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ആൻറ്റിന ഷേപ്പിൽ തന്നെ കാണിക്കാം. ഓക്കെ, അപ്പോൾ നോർമൽ മോഡാണെങ്കിൽ C വെരി മച്ച് ലെസ് ദാൻ ലാംഡ ആയിരിക്കും, ആക്സിയൽ മോഡാണെങ്കിൽ C അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ലാംഡ ആയിരിക്കും. അപ്പോൾ ആക്സിയൽ മോഡിൻ്റെ ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഫസ്റ്റിൽ ഫിഗർ വരച്ചിട്ടില്ലേ, ആ ഫിഗർ തന്നെ വരുന്നത്. അപ്പോൾ ഇതും നീറ്റായിട്ട് വരയ്ക്കാം. ഇത് ആക്സിയൽ മോഡിൻ്റെയും എൻഫയർ മോഡിൻ്റെ നോർമൽ മോഡിൻ്റെയും ആക്സിയൽ മോഡിൻ്റെയും എന്താ വരുന്നത് ഫീൽഡ് പാറ്റേൺസ് ആണ് ഇൻ 3 dimensional. നമ്മൾ സിമുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പാറ്റേൺസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വരുന്നത് ഹെലിക്കൽ ആൻറ്റിന വരുന്നത്.